പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ലോൺലിനെസ് ക്രിയേറ്റ്സ് പാനിക് ടു ദ ഹോൾ ബോഡി ആൻഡ് മൈൻഡ് എന്നൊരു തത്വമുണ്ട്. അതായത് ഏകാന്തത മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വല്ലാതെ ബാധിച്ച് വികൃതമാക്കി വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് പ്രായമൊക്കെ ആയി കുറേ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആരെങ്കിലും ഒറ്റക്കാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒറ്റക്കാവുക എന്ന പ്രക്രിയ മനുഷ്യനിൽ ജന്മസിദ്ധമാണ്. അതായത് അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. എപ്പോഴും മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും, ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടും. എന്തു പറഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ മനുഷ്യൻ സ്വീകരിക്കണമെന്നില്ല. പല തെറ്റിദ്ധാരണകളും മനുഷ്യൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അവിടെ ഒറ്റപ്പെടൽ വരും. പിന്നെയോ മരണം കൊണ്ടോ കലഹം കൊണ്ടോ അങ്ങനെയല്ല വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മനുഷ്യൻ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒറ്റപ്പെടൽ എന്നൊരു പ്രതിഭാസം ഒരിക്കലും ഒരു പുതുമയല്ല. എപ്പോഴായാലും മനുഷ്യൻ ഒറ്റപ്പെടും എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചു വിടുമ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ഭയങ്കരമായ നല്ല കാര്യങ്ങൾ ചെയ്തു ഉയരും എന്ന്, ആ ഭൂമിയെ അലങ്കരിക്കും, സ്വർഗമാക്കും, നല്ലതാക്കും എന്നൊരു ബോധത്തോടു കൂടി തന്നെയാണ് ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ പ്രതീക്ഷ വളരെ വലുതാണ്. ആ പ്രതീക്ഷക്കനുസരിച്ച് നമ്മളെല്ലാം വളർന്ന് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ജീവിതം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയായി ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ജീവിക്കണം എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ഒരു ജീവിക്കാനാണ് നമ്മൾ ജീവിതം തുടങ്ങിയത് എന്ന നല്ല ബോധത്തോടു കൂടി തന്നെ ജീവിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ധൈര്യം എവിടെ നിന്നോ ഉണ്ടാവും. നമ്മളങ്ങനെ ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി ഒരുപാട് പൈസ ഉണ്ടാക്കി സമൃദ്ധിയായി ജീവിക്കണം എന്ന ഒരു സിദ്ധാന്തം ഇല്ല. ഓരോരുത്തർക്കും അവരുടെ ദേശാസന്ധി അനുസരിച്ചുള്ള ജീവിതം തന്നെയാണ് കിട്ടുന്നത്. ആ ജീവിതത്തെ നമ്മൾ സ്വീകരിച്ച് ടു ബി ഹാപ്പി ദെൻ യു വിൽ ബി ഹാപ്പി എന്നൊരു തത്വം നമ്മൾ മനസ്സിലാദ്യം ഉറപ്പിക്കണം. നമ്മൾ എന്തായാലും സന്തോഷിക്കണം. ആ സന്തോഷത്തിലൂടെ നമ്മൾ സന്തോഷം തന്നെ അനുഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം നമുക്കിപ്പം എല്ലാവർക്കും ഒരുപാട് വലിയ പഠിച്ചാൽ എല്ലാവർക്കും വലിയ ജോലിയൊന്നും കിട്ടിയെന്നിരിക്കാം. ചിലപ്പോൾ ചെറിയ ശമ്പളമുള്ള ജോലിയായിരിക്കാം, ചിലപ്പോൾ ജോലി കിട്ടിയില്ലെന്ന് വരും. എങ്കിലും നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ മക്കളെ ഇങ്ങനെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടുന്ന സമയത്ത് കൃത്യമായ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അതൊരു വലിയ ജോലി തന്നെയാണ്. നിസ്സാരമായ ജോലിയല്ല. ദൈവത്തിൻ്റെ പ്രതീക്ഷക്കൊത്ത് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള ആ ഡ്യൂട്ടി നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ നമ്മൾ തൃപ്തനായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് എന്തായാലും ദൈവം എന്ന പ്രതിഭാസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തി അതെന്തായാലും ആത്മാർത്ഥമായി സന്തോഷമായും സ്നേഹമായും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിങ്ങനെ വരും. വേദന വരുമ്പോഴും അത് സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള മനസ്സ് നമുക്കുണ്ടാവും. നമ്മളിങ്ങനെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവരെല്ലാം ഓരോരോ വഴിക്ക് വിടുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഒരു 3-4 മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ഒരേ നേർരേഖയിൽ കൊണ്ടുപോകാനൊന്നും പറ്റുകയില്ല. നമ്മുടെ അന്നന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു സമൃദ്ധി. അപ്പം അതിൽ ആരും പരിഭവിച്ചിട്ടോ വേദനിച്ചിട്ടോ പരിതപിച്ചിട്ടോ കാര്യമില്ല. അന്നന്നത്തെ ഓരോരോ സാഹചര്യം അനുസരിച്ചായിരിക്കും അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. എല്ലാവരെയും പഠിപ്പിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ അങ്ങനെയുള്ള IT പ്രൊഫഷനോ ഒക്കെ ആക്കാനൊന്നും പറ്റുകയില്ല. ഓരോ അച്ഛനും അമ്മയ്ക്കും ഓരോരോ സാഹചര്യമുണ്ട്. ആ സാഹചര്യം അനുസരിച്ച് മാത്രമേ അവരെല്ലാം ഓരോ നിലയിലെത്തിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എത്തിക്കുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ വളരെ സന്തോഷം സംതൃപ്തി എല്ലാം ഉണ്ടാകും.
അങ്ങനെ കുറേ കഴിയുമ്പോൾ ആ മക്കളെല്ലാം നല്ല വഴിയായി, അവരൊക്കെ കൊച്ചുമക്കളെല്ലാം ജീവിക്കുമ്പോൾ അത് കാണുന്ന സന്തോഷം വളരെ വളരെ വലുതാണ്. അതൊരു തൃപ്തിയാണ്, ജീവിതത്തിൻ്റെ തൃപ്തിയാണ്. എന്നിൽ ദൈവം ഏൽപ്പിച്ച ഒരു പ്രവൃത്തി ഞാൻ ആത്മാർത്ഥമായി ചെയ്തു തീർത്തു എന്ന ഒരു ആത്മസംതൃപ്തി മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് ഒറ്റപ്പെടൽ തോന്നുകയില്ല. നമ്മളെവിടെയോ നമ്മുടെ ആത്മസംതൃപ്തി എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത്. കൂടെ ആരും ഇല്ല എന്ന ഒരവസ്ഥയല്ല ഒറ്റപ്പെടൽ. നമ്മുടെ മനസ്സിൻ്റെ ആത്മസംതൃപ്തി നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ജീവിച്ച ജീവിതത്തിൽ സംതൃപ്തിയായിട്ട് നമ്മളിൽ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തു എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടിന് എപ്പോഴും ഉണ്ടാവും. വയസ്സാകുമ്പോൾ നമുക്ക് പരാധീനതകളും വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം എനിക്കിനി റെസ്റ്റ് എടുക്കണം, ഞാൻ വയസ്സായി, എനിക്കാരുമില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കാരും ഇല്ല എന്ന് ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മസംതൃപ്തിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും സഹായത്തിനോ സന്തോഷിപ്പിക്കാനോ ഒക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുക. നമ്മളിൽ ഒരു ദൈവം ഉണ്ട് എന്ന ആ ഒരു ബോധത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ദൈവം നമ്മളിൽ ഉണ്ട് എന്ന ഒരു ബോധം, ലുക്ക് വിത്തിൻ ആൻഡ് ഫൈൻഡ് ദ ഗോഡ് വിത്തിൻ അസ്. അങ്ങനെയാണ്, നമ്മളിൽ ദൈവം ഉണ്ട് എന്ന വിശ്വാസം വേണമെങ്കിൽ നമ്മളിലേക്ക് നോക്കണം. നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്തു, ഒരുപാട് പ്രവൃത്തിയെല്ലാം ചെയ്തു, നമുക്ക് സംതൃപ്തിയുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകുമെങ്കിൽ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു എന്ന ബോധം, അല്ലാതെ അമാനുഷികമായ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന ആ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകുമെങ്കിൽ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം. അവിടെ ഒറ്റപ്പെടലിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല, ഒറ്റപ്പെടുകയില്ല. എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ സ്നേഹത്തിനും കൂട്ടിനും ഉണ്ടാവും എന്ന കാര്യം ഉറപ്പിക്കുക. നന്ദി, നമസ്കാരം.